അപ്പോൾ ഗൈസ് നമുക്കിന്ന് ടോപ്പ് 10 തമിഴ് ആക്ട്രസിനെ പറ്റി നോക്കിയല്ലോ 2026. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 തമിഴ് ആക്ട്രസ്സാണ് 2026. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ടോപ്പിൽ നിൽക്കുന്നത്, ആരൊക്കെയാണ് എല്ലാം നമ്മൾ നോക്കാം. എല്ലാ ഇതിലും കാണും. കുറേ പടങ്ങൾ നമ്മൾ ബോളിവുഡിലുള്ളവരാണെങ്കിലും തമിഴ് ചെയ്യണവരുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ലിസ്റ്റ് വന്നിട്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത് ഇപ്പോൾ ഉള്ളതിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. എന്തായാലും 10 മുതൽ 1 വരെയാണ്, വിത്ത് റീസൺ ഉൾപ്പെടെ കാണും. നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കണ്ടാലേ ലാസ്റ്റ് ആരാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഫുള്ള് വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആരാണ് 10ാം സ്ഥാനത്തെന്ന് നമുക്ക് നോക്കാം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സൈറ്റിൽ നിന്നാണ് നോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് 10ാം സ്ഥാനത്തോട്ട് പോവാം. 10ാം സ്ഥാനത്തുള്ളത് ഐശ്വര്യ രാജേഷാണ്. തമിഴ് നടിയാണ്, കുറേ മലയാള സിനിമകളും ചെയ്യുന്നുണ്ട് ഇപ്പം അത് റീസൺ പറയുന്നത് സ്ട്രോങ് പെർഫോമൻസ് റോളാണ്. കണ്ടൻറ്റ് സിനിമകളിൽ ഹൈ ഡിമാൻഡാണ്, നല്ല രീതിയിൽ കണ്ടൻറ്റ് എടുക്കാറുണ്ട്. പിന്നെ റിയലിസ്റ്റിക് ആക്ടിങ് ആണ്. ക്രിട്ടിക്സ് നല്ല രീതിയിൽ ഫേവറേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ്. അതുകൊണ്ടാണ് 10ാം സ്ഥാനത്ത് ഐശ്വര്യ രാജേഷ്. പിന്നെ 9ാം സ്ഥാനത്ത് പ്രിയ ഭവാനി ശങ്കർ എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ്. അത് എല്ലാം കുറച്ചായിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം അവരൊക്കെയാണ് ടോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ റീസൺ ഇതിൽ പറയുന്നത് കൺസിസ്റ്റൻറ്റ് പ്രോജക്റ്റാണ്. നല്ല രീതിയിൽ പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഫാമിലിയും യൂത്തും നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ആക്ടിങ് സ്റ്റൈൽ നല്ല രീതിയിലുണ്ട്. സ്റ്റഡി ഗ്രോത്താണ്, നല്ല രീതിയിൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ആക്ട്രസ്സാണ് എന്നാണ് പറയുന്നത്. പിന്നെ 8ാം സ്ഥാനത്ത്, അത് നമ്മളൊന്ന് ഞെട്ടും, 8ാം സ്ഥാനത്തുള്ളതാണ് രശ്മിക മന്ദാന. അറിയാം, കുറേ തമിഴ് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ വിജയയുടെ കൂടെ വാരിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് കാരണം രശ്മിക മന്ദാന തമിഴിൽ 8ാം സ്ഥാനത്താണ്. റീസൺ പറയുന്നത് പാൻ ഇന്ത്യൻ പോപ്പുലാരിറ്റി. നമുക്കെല്ലാവരും എല്ലാ ലാംഗ്വേജും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ധനുഷിൻ്റെ കൂടെ കുബേര, അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ ചെയ്ത് ഹ്യൂജ് സോഷ്യൽ മീഡിയ റീച്ച് നല്ല രീതിയിലുണ്ട്. നാഷണൽ ക്രഷാണെന്നാണ് അറിയപ്പെടുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ തമിഴ്, തെലുങ്ക്, ബോളിവുഡ് എല്ലാത്തിലും കൊമേഴ്ഷ്യൽ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് വൈറൽ സ്റ്റാറാണ്. അതുകൊണ്ടാണ് 8ാം സ്ഥാനത്ത് രശ്മിക മന്ദാന. പിന്നെ 7ാം സ്ഥാനത്ത് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തമന്ന ഭാട്ടിയായിരിക്കും. അതിലെ റീസൺ ലോങ് ടേം ഇൻഡസ്ട്രി പ്രസൻസ് ആണ്. ഗ്ലാമറും കൊമേഴ്ഷ്യൽ വാല്യൂവും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നല്ല രീതിയിൽ ബിഗ് പ്രോജക്ട്സ് ആണ് കിട്ടുന്നത്. ലാസ്റ്റ് ഹിന്ദിയിൽ അഭിനയിച്ചു, പിന്നെ കുറേ തമിഴ് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എവർഗ്രീൻ കൊമേഴ്ഷ്യൽ ആക്ട്രസ് ആണ് എന്നാണ് തമന്ന ഭാട്ടിയ അറിയപ്പെടുന്നത്. അതുകൊണ്ട് 7ാം സ്ഥാനത്ത് തമന്ന. ഇനി 6ാം സ്ഥാനത്ത് സമന്തയാണ്. സമന്ത റൂത്ത് പ്രഭു ആണ് 6ാം സ്ഥാനത്ത്. അത് ഇഷ്ടം പോലെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലെ മെയിൻ നടി എന്ന് വേണമെങ്കിൽ പറയാം. അത് 6ാം സ്ഥാനമാണ്. ഹ്യൂജ് ഫെയിൻ ബേസ് ആണുള്ളത്. സ്ട്രോങ് കംബാക്ക്, പിന്നെ നല്ല രീതിയിൽ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. പെർഫോമൻസും ഗ്ലാമറും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു നടിയാണ്. പാൻ ഇന്ത്യൻ ക്യൂനാണെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കുറച്ച് അസുഖങ്ങൾ കാരണം എന്നാലും കുറച്ച് ബാക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് ഓരോ പടങ്ങളായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സമന്തയാണ് 6ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്ത് എല്ലാവരുടെയും ഇഷ്ടമുള്ള തൃഷ കൃഷ്ണനാണ്. റീസൺ പറയുന്നത് കംബാക്ക് ക്യൂനാണ്. കുറേ നാൾ പടങ്ങളിൽ ഇല്ലായിരുന്നു. അപ്പം പിന്നെ ലിയോ, ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ഹിറ്റ്. വിടാമുയർച്ചി, ഇപ്പം കറുപ്പ് ഇറങ്ങാൻ പോകുന്നു സൂര്യരെ, ഇതിലൂടെ എല്ലാം ഹിറ്റ്. മറ്റേ 2 പടങ്ങൾ ഹിറ്റായിരുന്നു. അപ്പോൾ അതിലെല്ലാം കംബാക്ക് നടത്തിയ നടിയാണ്. പിന്നെ ബിഗ് ഫിലിംസ് വിത്ത് ടോപ്പ് ഹീറോസ്, നല്ല ഹീറോസിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. മാസീവ് നൊസ്റ്റാൾജിയയും ഫാൻ ലവും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. സീനിയറാണ്, നല്ല രീതിയിൽ ടോപ്പ് ഡിമാൻഡുള്ള നടിയാണ്. നല്ല സീനിയർ ആക്ട്രസ്സാണ്. പിന്നെ 4ാം സ്ഥാനത്ത് എല്ലാവർക്കും അറിയാം നയൻതാര. വേറെ ആരുമില്ല, നയൻതാരയാണ്. നയൻതാര റീസൺ പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ. അറിയാലോ, ലേഡി സൂപ്പർ സ്റ്റാറാണ്. ഫീമെയിൽ സെൻട്രിക് ഫിലിംസ് വിജയിപ്പിക്കുന്നു. സ്ട്രോങ് ബോക്സ് ഓഫീസ് പുള്ളുണ്ട് നല്ല രീതിയിൽ. ഫീമെയിൽ സൂപ്പർ സ്റ്റാർ ഓഫ് തമിഴ് സിനിമ എന്നാണ് അറിയപ്പെടുന്നത് നയൻതാരയാണ്. ഇഷ്ടം പോലെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഹിറ്റും നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇതിപ്പം ടോപ്പ് 5ലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5ാം സ്ഥാനത്ത് തൃഷ, 4ാം സ്ഥാനത്ത് നയൻതാര. നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. ടോപ്പ് 3യിൽ വേറെ ആരുമല്ല, സായ് പല്ലവിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ക്രഷ് മലയാളത്തിൽ പ്രേമത്തിലൂടെ അടിപൊളി ഇത് നടത്തി കംബാക്ക് വന്നതാണ്. അന്നാണ് ഡിബറ്റ്. അന്ന് തന്നെ പിന്നെ
മാരി 2-ൽ അഭിനയിച്ചു. പിന്നെ കുറേ പടങ്ങൾ, ഇപ്പം മറ്റേ ശിവകാർത്തികേൻ്റെ കൂടെ ഹിറ്റ് വന്ന ആ പടം നല്ല രീതിയിൽ എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് സായ് പല്ലവിയാണ്. റീസൺ പറയുന്നത് നാച്ചുറൽ ആക്ടിങ് പ്ലസ് നോ മേക്കപ്പ് ഒന്നും അങ്ങനെ ഇല്ല, സ്വന്തം ബ്യൂട്ടിയിൽ തന്നെയാണ്. പിന്നെ സ്ട്രോങ് ഫാൻ ഫോളോയിങ് ഉണ്ട് നല്ല രീതിയിൽ. പെർഫോമൻസ് റോള് ഗ്യാരൻറ്റീഡ് ഇമ്പാക്റ്റ് ആണ്. മോസ്റ്റ് റെസ്പെക്റ്റഡ് ആക്ട്രസ് ആണ്. അതുകൊണ്ട് തന്നെ സായ് പല്ലവിയാണ് 3-ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. ഇനി ആരാണ് ടോപ്പ് 2-ഉം ടോപ്പ് 1-ഉം, അതായിരിക്കും എല്ലാവരെയും ഡൗട്ട്. ഇപ്പോൾ ടോപ്പ് 2 വേറെ ആരുമല്ല, കീർത്തി സുരേഷ്. ഇഷ്ടം പോലെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. നാഷണൽ അവാർഡ് വിന്നറാണ് കീർത്തി സുരേഷ്. പെർഫോമൻസ് പ്ലസ് കൊമേഴ്ഷ്യൽ ബാലൻസ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യും. കൺസിസ്റ്റൻറ്റ് സ്ട്രോങ് റോൾസ് ആണ്. കംപ്ലീറ്റ് ആക്ട്രസ് ആണ്, ഒന്നും പറയാനില്ല. ഇപ്പം 1-ാം സ്ഥാനത്ത് ആരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1-ാം സ്ഥാനം ഇപ്പം തമിഴിൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് വരെയും 2026-ൽ ഇതുവരെ എന്ന് വെച്ചാൽ 2025-26 ഇതിൽ വരുമ്പോൾ പൂജ ഹെഗ്ഡെയാണ് 1-ാം സ്ഥാനത്ത്. റീസൺ ടോപ്പ് കൊമേഴ്ഷ്യൽ ഡിമാൻഡാണ്. ബിഗ് ബഡ്ജറ്റ് ഫിലിംസും സ്റ്റാർ പെയറിങ്ങും ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത്. സൂര്യയുടെ അഭിനയിച്ച് വിജയുടെ ജനനായകൻ വരാൻ പോകുന്നു. അങ്ങനെ കുറേ പടങ്ങളുണ്ട് അഭിനയിച്ചത് തമിഴ്. അതുകൊണ്ട് തന്നെ പിന്നെ മാസീവ് ഗ്ലാമർ പ്ലസ് പാൻ ഇന്ത്യൻ റീച്ച് നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിൽ 2027-ലെ ബിഗ്ഗസ്റ്റ് കൊമേഴ്ഷ്യൽ ഹീറോയിൻ ആണെന്നാണ് പറയുന്നത്. അത് കാരണം ടോപ്പ് 1-ലുള്ളത് ഇപ്പോൾ പൂജ ഹെഗ്ഡെയാണ്. ഇതാണ് നമ്മളെ എല്ലാ ലിസ്റ്റ്, ആക്ട്രസിൻ്റെ ലിസ്റ്റ്. അപ്പോൾ 10-ാം സ്ഥാനം ഒന്നേന്ന് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് ഓടിച്ചു വിടാം. 10-ാം സ്ഥാനം ഐശ്വര്യ രാജേഷ്, 9-ാം സ്ഥാനം പ്രിയ ഭവാനി ശങ്കർ, 8-ാം സ്ഥാനം രശ്മിക മന്ദാന, 7-ാം സ്ഥാനം തമന്ന ഭാട്ടിയ, 6-ാം സ്ഥാനം സമന്ത റൂത്ത് പ്രഭു, 5-ാം സ്ഥാനം തൃഷ കൃഷ്ണൻ, 4-ാം സ്ഥാനം നയൻതാര, 3-ാം സ്ഥാനം സായ് പല്ലവി, 2-ാം സ്ഥാനം കീർത്തി സുരേഷ്, 1-ാം സ്ഥാനം പൂജ ഹെഗ്ഡെ. ഇതിൽ എൻ്റെ ഫേവറേറ്റ് തമന്ന ഭാട്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ആരൊക്കെയാണ്? എനിക്കിത് ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങളതെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളെ ഫേവറേറ്റ് ആരാണെന്നും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് ഞാൻ നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.